ഹായ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ചേമ്പിൻ്റെ തണ്ട് വെച്ചിട്ടുള്ളൊരു അടിപൊളി തോരനാണ്. നല്ല ഹെൽത്തിയാണ്, എന്നാൽ നല്ല ഈസിയാണ്. സാധാരണ നമ്മൾ തോരൻ വെക്കാറുള്ളത് തന്നെയാണ്, പക്ഷേ ഇതൊരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് ഒക്കെ ചേർത്തിട്ട് നല്ല അടിപൊളി ടേസ്റ്റിലാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത്. അതിനുവേണ്ടി നമ്മൾ ആദ്യം തന്നെ ചേമ്പിൻ്റെ തണ്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. സ്ക്വയർ ഷേപ്പിലുള്ള പീസസ് ആയിട്ടാണ് അരിഞ്ഞിട്ടുള്ളത്. നമ്മളൊരു പാൻ അടുപ്പത്ത് വെച്ചു, 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു, കുറച്ച് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കടുകൊന്ന് പൊട്ടി വരുമ്പോൾ നമ്മൾ കറിവേപ്പില ഇട്ടു. അതിലേക്ക് 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതിട്ട് കൊടുക്കുന്നുണ്ട്. പച്ചമുളക് തന്നെ വേണമെന്നില്ല, ഉണങ്ങിയ മുളകായാലും മതി. ചെറിയ ഒരു സവാള ചെറുതായിട്ട് സ്ലൈസ് ചെയ്തത് ഇട്ട് കൊടുക്കുന്നത്. സ്ലൈസ് ചെയ്തതല്ല, ചെറുതായിട്ട് ചോപ്പ് ചെയ്തതാണ് ഇട്ട് കൊടുക്കുന്നത്. അത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഒരുപാട് സമയം വഴറ്റൊന്നും വേണ്ട, ഒന്നങ്ങ് ചൂടായാൽ മതി. ആ സമയത്ത് നമ്മൾ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ തോരനിലേക്ക് മൊത്തത്തിലുള്ള മഞ്ഞൾപ്പൊടിയാണ് നമ്മൾ ഈ സമയത്ത് ഇട്ട് കൊടുക്കുന്നത്. അതിലേക്ക് 1/2 കപ്പ് തേങ്ങ ചിരവിയത് ഇട്ട് കൊടുക്കുന്നുണ്ട്. തേങ്ങ ചതക്കൊന്നും വേണ്ട, വെറുതെ അങ്ങ് ഇട്ട് കൊടുത്താൽ മതി. ഇനി അതിൻ്റെ ആ റോ ടേസ്റ്റ് ഒന്ന് മാറുന്നവരെ ഒന്ന് ഇളക്കിയെടുക്കുക. ഇതിലേക്ക് നമ്മൾ ചേമ്പിൻ്റെ തണ്ട് അരിഞ്ഞ് വെച്ചതാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതിങ്ങനെ സ്റ്റിക്ക് പോലെ ആണ് അരിഞ്ഞെടുത്തിട്ടുള്ളത്. എങ്ങനെ അരിഞ്ഞാലും കുഴപ്പമില്ല, പക്ഷേ ഇങ്ങനെ ആകുമ്പോൾ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. ഇനി നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഈ സമയത്ത് നമ്മൾ ഉപ്പ് ഈ സമയത്ത് ചേർത്ത് കൊടുക്കണ്ട, ഒരു 1/2 കുക്കൊക്കെ ആയതിനു ശേഷം മാത്രം ഉപ്പ് ചേർത്താൽ മതി. നന്നായിട്ട് തേങ്ങയും അതുപോലെ ചേമ്പിൻ്റെ തണ്ടും കൂടി നന്നായി മിക്സ് ആവണം. അതിന് നമ്മൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് 2 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ചിട്ട് വേവിക്കുകയാണ്. ഇത് തുറക്കുമ്പോൾ നന്നായിട്ട് ചുരുങ്ങി വന്നിട്ടുണ്ട്. ചേമ്പിൻ്റെ തണ്ട് നമ്മളൊരു പാത്രം നിറയെ ഉണ്ടായിരുന്നു, പക്ഷേ ഒന്ന് ആവി കൊണ്ടപ്പോഴേക്കന്നെ അത് ചുരുങ്ങി വന്നിട്ടുണ്ട്. ഇനി ഈ സമയത്താണ് നമ്മൾ ഉപ്പ് ചേർക്കുന്നത്. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് തന്നെ അതൊരു 1/4 ഭാഗത്തോളമായി കുറഞ്ഞു വന്നിട്ടുണ്ട്. നമ്മൾ അരിയുമ്പോൾ ഒരുപാടുള്ളത് പോലെ തോന്നും, പക്ഷേ വെന്ത് വരുമ്പോൾ അതൊന്നും ഉണ്ടാവില്ല. എന്നിട്ട് വീണ്ടും ഉപ്പൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ ഉപ്പ് എല്ലായിടത്തും നിന്ന് എത്തത്തക്ക രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് വീണ്ടും 1 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് വേവിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇത് ഏകദേശം നന്നായിട്ട് തന്നെ വെന്തിട്ടുണ്ട്, പാകത്തിന് വേവായിട്ടുണ്ട്. ഇനി നടുക്ക് ഒരു ചെറിയ ഗ്യാപ്പ് ഉണ്ടാക്കിയിട്ട് അതിലേക്ക് ഒരു 2 തുള്ളി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. നിർബന്ധമൊന്നുമില്ല, വെളിച്ചെണ്ണ ഇല്ലെങ്കിലും ചെയ്യാം. എന്നിട്ട് അതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. അതിനുശേഷം ഒരു നുള്ളു ഉപ്പിട്ട് കൊടുക്കുക. ഈ മുട്ടയിലേക്ക് മാത്രം ആവശ്യമുള്ള ഉപ്പ് ഇട്ടാൽ മതി. അതുപോലെ തന്നെ ഒരു നുള്ള് കുരുമുളകിൻ്റെ പൊടി ഇട്ട് കൊടുക്കുക, നമ്മൾ പുളിസയൊക്കെ ഉണ്ടാക്കുമ്പോൾ ചെയ്യണത് പോലെ. നിർബന്ധമൊന്നുമില്ല കുരുമുളക് ഇടണമെന്ന്, പച്ചമുളക് ആയാലും മതി, ഇനി ഏതും ഇല്ലെങ്കിലും കുഴപ്പമില്ല. എന്നിട്ട് അത് അവിടെ തന്നെ ഇട്ടിട്ട് ഒന്ന് സ്ക്രാമ്പിൾ ചെയ്തെടുക്കുക. ഒരുമിച്ച് മിക്സ് ചെയ്യാതെ സ്ക്രാമ്പിൾ ചെയ്തതിന് ശേഷം മാത്രം ചേമ്പിൻ്റെ തണ്ടുമായിട്ട് മിക്സ് ചെയ്യുക. മുട്ടയൊക്കെ ഇതിൽ ചേരത്തക്ക രീതിയിൽ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുക. ഇത്ര തന്നെയുള്ളൂ. ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അതുപോലെ അതിൽ വെള്ളത്തിൻ്റെ അംശം ഉണ്ടെങ്കിൽ അതൊന്ന് തോർന്ന് വന്നോട്ടെ. നമ്മൾ ഒട്ടും വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. ഇതാ നമ്മുടെ അടിപൊളി തോരൻ റെഡി ആയിട്ടുണ്ട്. ചോറിൻ്റെ കൂടെ നല്ല ടേസ്റ്റിയാണ്, മാത്രമല്ല നല്ല ഹെൽത്തിയാണ്. എല്ലാവരുടെയും പറമ്പിലൊക്കെ തന്നെ ചേമ്പിൻ്റെ തണ്ട് ഉണ്ടാവും. അപ്പോൾ ഈ വെറൈറ്റി ആയിട്ടുള്ള ഈ തോരൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. താങ്ക് യു.